ഇതാണ് ചൂണ്ടയിടാൻ പറ്റിയ സമയം. ഈ വെയിലൊക്കെ ഒന്ന് താന്നു വരുമ്പം മീനൊക്കെ ഒന്ന് പൊന്തി വരും. അപ്പം പൊള്ളി പോലെ അപ്പൂപ്പ. ഇത് കണ്ട, ഇതാണ് മാവ്. ഈ മാവ് വെച്ചിട്ട് മണ്ണിരയെടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ അറ്റത്ത് ചൂണ്ടയിൽ കോർക്കുക. ഈ മീൻ മണ്ണിടുവോ? മാ മാത്രല്ലേ കഴിക്കുന്നേ? ഉച്ചയ്ക്ക് മോൻ എന്താ കഴിക്കുക? ചോറ്. ചോറ് മാത്രാണോ? അല്ല. അതിന്റെ കൂടെ മീൻ വറുത്തുണ്ടെങ്കിൽ ഇഷ്ടല്ലേ? ആ, കൊതിയൻ മീൻ അല്ലേ അപ്പൂപ്പ? പിന്നല്ലാതെ. എന്നിട്ട് ഇത് ഇടുക. എത്ര നേരം എടുക്കും അപ്പൂപ്പ? സോറി. Manu, you're here? അയ്യോ, അളിയ മുങ്ങിയില്ലോ. എന്തിനെടുക്കൂ? ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ അളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കുളം എവിടെ? പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം. അത് വിട്, കച്ചവടം എങ്ങനെ പോളിയ? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തതുകൊണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ അളിയ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ അളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതിയും കൊടുക്കണം. പിന്നെ ആയുഷ്കാലം കൂടെ അവർ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയ ഒരു വരാറ്. നല്ല അമ്പലല്ലേ? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ. ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങി പോയത്. സഹിക്കാൻ അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. ഹണി, പൈസ തരണ. ജർമ്മനിയിലായാലും കോന്തം തന്നെയാണ്. രാമ 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 പാഹിമ രാമ 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 പാഹിമ. ഹലോ. ആ ട്രീസ, പറയൂ. ഇല്ല, ഞങ്ങള് നാട്ടിലാ. ഓ, ഡേറ്റ് വന്നോ? വെള്ളിയാഴ്ചയോ? ഓ ശരി, താങ്ക് യു. ഞങ്ങൾ നാളെ തന്നെ എത്തും. ശരി ട്രീസ, ബൈ. എന്താ മോളെ? ഹോളി സെയിൻസിന് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നു, മനുവിന്റെ അഡ്മിഷന്. ഞാൻ പേടിച്ചിരിക്കായിരുന്നു അച്ഛാ, ഇനി അങ്ങനെ അവര് വിളിക്കില്ലെന്ന്. എന്താ മോളെ അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക? അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, അച്ഛന്റെ വരുമാനം എന്താ, മോനെ എന്തിനാ ഈ സ്കൂളിൽ തന്നെ ചേർക്കുന്നേ, അങ്ങനെ കൊറേ ഉണ്ടെന്നേ. എന്ത് ചോദിക്കുന്നു പറയാൻ പറ്റില്ല അച്ഛാ, എന്ത് വേണമെങ്കിലും ചോദിക്കും. അരവിന്ദേട്ടാ, നമുക്ക് നാളെ തന്നെ പോണം. വാ മോനെ. ശരി, ബൈ. ശരി കേട്ടോ. ഓക്കെ അളിയ, അപ്പൊ കാണാം. ശരി അളിയ, കാണാം. ശരി. മോൻ നന്നായി പഠിക്കണം കേട്ടോ. അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. ഇനി എന്നാ അമ്മൂമ്മയെ കാണാൻ വരിക? ഞാൻ ഓടി വരും അമ്മൂമ്മേ. അപ്പൂപ്പൻ അങ്ങോട്ട് വരാട്ടോ കാണാൻ. അരവിന്ദന്റെ ഡോക്യുമെന്റ്സ് എവിടെ? ഡോക്യുമെന്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. എന്റെ SLC ബുക്ക് സൂക്ഷിക്കണം കേട്ടോ. 10-15 വർഷത്തെ അധ്വാന. പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്. ജാതകം വേണ്ടി വരുമോ? പോയി. വേണ്ടേ? ശരി. എന്താ അരവിന്ദേട്ടാ, ഈ കോപ്പിയൊന്നും ക്ലിയറേ അല്ല.
എത്ര പറഞ്ഞാലും അരവിന്ദേട്ടൻ കേൾക്കുകയില്ല. ഒറിജിനലേ ക്ലിയർ അല്ല പിന്നെ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെ? തന്നെ പിൻ ചെയ്ത് വെക്കണം. ഇപ്പൊ നോക്കിയത് നന്നായി. അതിന്റെ ഒന്നും ആവശ്യമില്ലടി. ബികോം ആണെന്നങ്ങ് പറഞ്ഞാൽ മതി, വേറെ പ്രൂഫ് ഒന്നും വേണ്ട. ആവശ്യമുണ്ട്. വെറുതെ അങ്ങനെ പറഞ്ഞാ പോരാ, എല്ലാത്തിനും കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. പിന്നെ അരവിന്ദേട്ടാ സമയം കളയല്ലേ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു. എവിടുന്ന്? യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എങ്കിലും അത് അപ്ലൈ ചെയ്താ പോരെ? അപ്ലൈ ചെയ്താൽ കിട്ടും, പക്ഷെ 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 വർഷം? ആ, അപ്ലൈ ചെയ്ത് പരീക്ഷയൊക്കെ എഴുതി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി 3 വർഷം ലേറ്റ് ആവും. അപ്പോ എന്റെ അടുത്ത് ബികോം എന്ന് പറഞ്ഞത്? ബികോം എന്നല്ലേ പറഞ്ഞോളൂ. അരവിന്ദേട്ടാ ഇത്രയും നാൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ. പഠിക്കാൻ ഞാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ പറ്റിച്ചാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രിയ. തിരുത്താൻ സമയം കിട്ടിയില്ല, അതാ സത്യം. എല്ലാവർക്കും ഉണ്ടാവും മറ്റാരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത പ്രാരാബ്ദത്തിന്റെ കഥകൾ. ക്ഷമിച്ചേക്കണോ? അരവിന്ദേട്ടനൊന്നും കഴിച്ചില്ലല്ലോ. ദോശ ഉണ്ടാക്കട്ടെ? കഴിച്ചു, സോറി, നല്ല വിശപ്പുണ്ടായിരുന്നു. വാടകയ്ക്കോ? എന്താ അരവിന്ദായി പറയണത്? അല്ല, ഇന്റർവ്യൂവിന് ആൾക്കാരെ വാടകയ്ക്ക് കിട്ടുന്ന കുമാർ സാർ തന്നെയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അത് സിറ്റുവേഷൻസ് വേറെ അല്ലേ. ഡൈവോഴ്സ് കേസുകൾ, സിംഗിൾ മദേഴ്സ്, വേറെ വേറെ കഴിയുന്ന പേരൻസ്. ഇത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്താലോ? അല്ല, അഡ്മിഷൻ കിട്ടാതെ ഒരു വഴിയുള്ളെങ്കിൽ ഞാൻ അതും ചെയ്യും സാർ. അതൊക്കെ പ്രശ്നമാവുമായിരുന്നു. അല്ല, അത് ആ സ്കൂളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല സാർ. അതെന്താ? അത് വലിയൊരു കഥയാണ്. ഞാൻ എൻ്റെ ബുദ്ധി വെച്ചൊരു ശ്രമം നടത്തി, പക്ഷെ അത് ഏറ്റില്ല. സാർ പ്ലീസ്, സാറിന് ഈ കേസിൽ എനിക്ക് വിശ്വാസം. അത്രയ്ക്ക് പ്രശ്നമാണോ? അതെ, സാറിനറിയോ, ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ഒരു ഭ്രാന്തനോടിച്ച് എങ്ങനെയുണ്ടോ? ഭയങ്കരാവും. ഭയങ്കര. പക്ഷെ കാശ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അരവിന്ദ. കാശില്ലല്ലോ. എന്നാ പിന്നെ ഒറ്റ വഴിയുള്ളൂ. ദുബായിക്ക് വിട്ടോ. അരവിന്ദൻ ദുബായിലാന്ന് പറഞ്ഞാൽ മതി. ഇതൊന്നും ആരും നോക്കില്ലെന്നേ. അപ്പോൾ പിന്നെ ഭാര്യ ഒറ്റയ്ക്ക് പോയാൽ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? സാർ ഒരു സംഭവം. അതെനിക്കറിയാം.